പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആകാശവാണി കവരത്തി ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പരിമിതമായ സ്ഥലത്ത് പോലും പ്രകൃതിയോട് ചേർന്ന് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്ത് മികച്ച മാതൃക സൃഷ്ടിക്കാനാകുമെന്ന് തെളിയിക്കുന്നതാണ് ടെറസ് കൃഷി. സ്വന്തം ആവശ്യത്തിനുള്ള വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുന്നതിനും ടെറസ് കൃഷി വലിയ പങ്കുവഹിക്കുന്നു. ഇന്നത്തെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ കവരത്തിയിൽ വിജയകരമായ ടെറസ് കൃഷി ചെയ്യുന്ന ശ്രീ നൗഷാദ് നമ്മോടൊപ്പമുണ്ട്. ടെറസ് കൃഷിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, അനുഭവങ്ങൾ, വെല്ലുവിളികൾ, വിജയങ്ങൾ, കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന നിർദ്ദേശങ്ങൾ എന്നിവ അദ്ദേഹം ഈ പരിപാടിയിലൂടെ നമുക്കായി പങ്കുവെക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എൻ്റെ പേര് നൗഷാദാണ്. ഞാൻ കവരത്തി സ്വദേശിയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയത്തി, ചേച്ചി, അനിയൻ, അങ്ങനെ ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടെ. ഇപ്പോൾ ടെറസ് കൃഷി നടത്തുവാണല്ലേ നൗഷാദ്? ഈ ടെറസ് കൃഷിയിലേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമായിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു പ്രചോദനം? തീർച്ചയായും. ഞാൻ കൊറോണ സമയത്ത് ആണ് ഇതിലേക്ക് ഇറങ്ങിയത്. ആ ടൈമിൽ, വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെറസ് കൃഷിയിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണാനിടയായി. ആ സമയത്താണ് എനിക്ക് ഇതിലേക്ക് വരാനുള്ളൊരു പ്രചോദനം ഉണ്ടായത്. എൻ്റെ ബാപ്പ കൃഷിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വിത്തുകളുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ. അപ്പോൾ ബാപ്പയും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പിന്നീട് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസെല്ലാം കണ്ട് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന്. വീട്ടിലത്തെ കുറച്ച് വിത്തുകളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇട്ട് നട്ട് നോക്കി. ആദ്യത്തെ 2 ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു ഹാപ്പിനെസ് എനിക്ക് ഇതിൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരാൻ ഒരു പ്രചോദനമായത്. അപ്പോൾ 2-3 വിത്തുകൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മുളകും പിന്നെ ഒരു വെണ്ടയും പിന്നെ ഒരു തക്കാളിയായിരുന്നു ആദ്യം ഉള്ളത്. അപ്പോൾ ഇത് മുളച്ച് വന്നപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കൂടി, ഒരു പ്രതീക്ഷ വന്നു. അതിൽ വളർച്ച കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്, ഇത് ഓക്കെയാണ്, ഇതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു തോട്ട് വന്നുണ്ട്. അത് ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിന് ഫലം കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും അതിലേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വഴി ഞാൻ കുറച്ച് വിത്തുകൾ കൊച്ചിയിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഉൽപ്പാദനം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു കുറച്ച് ഐഡിയാസുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ പച്ചക്കറിയിൽ നിന്ന് തുടങ്ങി പിന്നെ ഫ്രൂട്ട്സുകളിലേക്ക് നോട്ടമിട്ട് നോക്കി. അങ്ങനെ ഫ്രൂട്ട്സുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ച് തുടങ്ങി. എൻ്റെ വീട്ടിൽ മുന്തിരി ഉണ്ടായി, പിന്നെ മാങ്ങ ഉണ്ടായി, ചക്ക ഒക്കെ ഉണ്ടായി, നാടിനുണ്ടായി, പിന്നെ നമ്മുടെ ജാക്ക് ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിട്ടും തോന്നി. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നും മനസ്സിലായി ആ ടൈമിൽ തന്നെ. ഇപ്പോൾ എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്? എൻ്റെ ടെറസിലെ പ്രധാന കൃഷികൾ മുളകിൽ തന്നെ 4ഓളം വെറൈറ്റികളുണ്ട്. ബുള്ളറ്റ് മുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, ഉജ്ജ്വല ഉണ്ട്, കാന്താരി ഉണ്ട്, ക്യാപ്സിക്കൻ ഉണ്ട്. പിന്നെ വന്നിട്ട് വൈദ്യനയാണ്. വൈദ്യനയിൽ തന്നെ 3 വെറൈറ്റിയോളം ഉണ്ട്. ഗ്രീൻ ലോങ്, വയലറ്റ് ലോങ് ആൻഡ് റൗണ്ട്. പിന്നെ നിത്യവൈദ്യനുണ്ട്. പിന്നെ തക്കാളിയിൽ വന്ന് 2 വെറൈറ്റി ഉണ്ട്. തക്കാളി, ഉണ്ടത്തക്കാളി ഉണ്ട്, ചെറി തക്കാളി ഉണ്ട്. പിന്നെ ചീരയിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പാലക്കുണ്ട്. പിന്നെ വെണ്ടയിൽ വന്നിട്ട് ഗ്രീൻ ലോങ് ഉണ്ട്, റെഡ് ലേഡി ഉണ്ട്. പിന്നെ പയറിൽ കുറ്റിപ്പയറുണ്ട്, മീറ്റർ പയറുണ്ട്. ഇത്ര സാധനങ്ങളാണ് ഞാനിപ്പോൾ കൃഷിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ടെറസിൽ പച്ചക്കറി ഇല്ലാണ്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളും ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് മാംഗോ ഉണ്ട്, ചക്ക ഉണ്ട്, നമ്മുടെ ജാക്ക് ഫ്രൂട്ടുള്ള അതുണ്ട്, പിന്നെ മുന്തിരിയുണ്ട്, സപ്പോർട്ടുണ്ട്, അനാറുണ്ട്. ഇതെല്ലാം നമ്മൾ ടെറസിൽ ചെയ്തു വരുന്നുണ്ട്. പിന്നെ ബനാനയുണ്ട്. അത് ഒരു 5 കിലോയോളം കിട്ടാറുണ്ട്. അധികം മെച്ചമില്ലെങ്കിലും കിട്ടാറുണ്ട്. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, സക്സസ് ആവുന്നുണ്ട്. ബനാനയിൽ നമ്മൾ 3 ഐറ്റം ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ചെങ്കതളയുണ്ട്, പിന്നെ റോബസ്റ്റ ഉണ്ട്, പിന്നെ മൈസൂർ ചെയ്യുന്നുണ്ട്. ഈ 3 തൈകളാണ് നമ്മൾ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഴ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. അതിൽ വെയിറ്റിൻ്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ഭയങ്കര വെയിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ വെയിറ്റ് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ അധികം ചെയ്യുന്നത് നമ്മുടെ
തോടി ഉണ്ടല്ലോ നമ്മുടെ ഇത് പൊടിച്ചിട്ടുള്ള, അപ്പം അധികം അത് അതിൻ്റെ അടിയത്തിലെ ബേസിൽ അത് ഫുൾ ഇടുക, അതിൻ്റെ ചകിരി അതെല്ലാം ഇട്ടിട്ട് പിന്നെ കരിയിലുണ്ടല്ലോ, കരിയില മാക്സിമം കരിയില ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ അതും കുറച്ച് മണ്ണ് മതി. അത് ഭയങ്കര നല്ലൊരു ഇതാണ്. വെയിറ്റിൽ നമുക്ക് അത് എന്താ പറയുക, പിടിത്തം കിട്ടും. അതെ അതെ, വെയിറ്റും കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ടെറസിൽ നമുക്ക് നല്ലൊരു വിളയും കിട്ടാറുണ്ട്. വാഴ ടെറസിൽ കൃഷി ചെയ്യുക എന്ന് വെച്ചാൽ എന്തായാലും ഗ്രോ ബാഗിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പൊതുവെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുവന്നത് നമ്മുടെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരുന്ന തെർമോക്കോൾ ബോക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നൗഷാദ് ചെയ്യുന്നതെന്ന് പറയാമോ? നമ്മുടെ ഇപ്പോൾ ഫൈബറിൻ്റെ ഡ്രം ഉണ്ട്, ഒരു ബ്ലൂ കളർ. അതിൽ ചെയ്യുമ്പോൾ നല്ല ഇതുണ്ട്. കുറച്ച് ഉയരത്തിൽ താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തെ മണ്ണ് നമ്മുടെ വേസ്റ്റ് എല്ലാം ഇടാനുള്ള രീതിയിലുള്ള എടുക്കണം. അപ്പോൾ നമുക്ക് കാറ്റടിച്ചാലും പ്രശ്നമില്ല, അതിൽ ഓക്കെ ആയി നിൽക്കും. വാഴക്കൃഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാറുണ്ട്. നമ്മുടെ ചായപ്പിണ്ടും അതൊരു നല്ല വളമാണ്. അത് നമ്മുടെ കടയിലൊക്കെ കിട്ടും, ചോദിച്ചാൽ ചായക്കടയിലൊക്കെ കിട്ടും. അത് എടുത്ത് വെച്ചിട്ട് കുറച്ചാകുമ്പോൾ നമ്മുടെ വെയിലിട്ട് ഉണക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് ഭയങ്കര നല്ല റിസൾട്ടുള്ളൊരു വളമാണ് ഈ ചായ വാഴക്കൃഷി. മെയിനായിട്ട് വാഴക്കൃഷിക്കാണ് അതിൻ്റെ ഒരു ഇത് കണ്ടുവരുന്നത്. ബാക്കി ഫ്രൂട്ട്സിനുള്ള നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ, മുട്ടത്തോട് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ഇട്ടിട്ട് നമ്മൾ കിളച്ച് കൊടുത്താലും മതി. നല്ലൊരു റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടാറുണ്ട്. നല്ലൊരു വളമാണത്. ഇനി കൃഷിക്ക് ആവശ്യമായ വിത്തുകളും തൈകളും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കൂടുതലും ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് വരുന്നില്ലേ നമ്മുടെ വീട്ടിലത്തെ, അതിൽ നിന്നാണ് അധികം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിലുപരി ഞാൻ കൊച്ചിയിൽ നിന്നും കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇവിടുത്തെ അഗ്രികൾച്ചറിൽ നിന്ന് കുറച്ച് വിത്തുകളും തൈകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്നാണ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ? ഇല്ല, എല്ലാം ഒരു 50% മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ലതായിട്ടുള്ളത് കിട്ടുള്ളൂ. അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളിത് ഉണക്കണം. ഈ വിത്തുകൾ ഉണക്കിയിട്ട് സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിൽ ഇട്ട് വെച്ചിട്ടാൽ മതി. ഒരു 5 മിനിറ്റോളം ഇട്ട് വെച്ചിട്ട് കുതിർത്തിട്ട് അത് നടുമ്പോൾ അതിന് കുറച്ച് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ടല്ലേ? ഈ ഒരു കൃഷി നടത്തുമ്പോൾ വീട്ടുകാരുടെ പിന്തുണ എങ്ങനെയാണ്? നല്ലൊരു പിന്തുണയാണ്. നമ്മളില്ലെങ്കിലും അവർ അതിന് വെള്ളം കൊടുക്കാറുണ്ട്, അതിനടുത്ത് പിന്നെ പോയി എല്ലാം ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ, അവരൊക്കെ ഇതിൻ്റെ പിറകെ പരിപാലിക്കുന്നുണ്ട്. ദിവസവും കൃഷിക്ക് എത്ര സമയം മാറ്റി വെക്കാറുണ്ട്? ഞാൻ ഏകദേശം ഒരു 2.5 മണിക്കൂറോളാണ് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് 9 മണിക്ക് അത് ഫിനിഷ് ആവും. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ഒരു 4 to 5 ഇടയിൽ പൂർത്തിയാക്കലുണ്ട് ഏകദേശം പണികളെല്ലാം. ഇപ്പോൾ ഈ ടെറസ് കൃഷി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ കോസ്റ്റ് ഗാർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു തിരക്ക് പിടിച്ച ഒരു ജോലി ഉണ്ടായിട്ടും ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട്. തീർച്ചയായിട്ടും. ഇനി കൃഷി ചെയ്യുന്നതിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ ഇതിൻ്റെ കീടശല്യങ്ങളാണ്. ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിനെ തുരത്താനായിട്ട് ഞാൻ ഹോം റെമഡീസ് എല്ലാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ വെളുത്തുള്ളി മിശ്രിതം ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും പിന്നെ മുളകുണ്ടല്ലോ, നല്ല എരിവുള്ള മുളകാണ്, എരിവുള്ള മുളകും ചതച്ച് ഇഞ്ചിയും ചതച്ച് അതിലേക്കൊരു വേപ്പെണ്ണ ഒരു 2-3 ഡ്രോപ്പ് വേപ്പെണ്ണ ഇറ്റിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ നമ്മുടെ ഈ സെയിം തന്നെയാണ്, സെയിം എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ സോപ്പ് ലായനി ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ 5 ml വേപ്പെണ്ണയും ഒരു 2-3 ഡ്രോപ്പ് സോപ്പ് സൊല്യൂഷനും കലർത്തിയിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ടല്ലോ. ഇനി കൂടുതൽ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളായിരിക്കുമല്ലോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ജൈവവളങ്ങൾ എന്ന് പറയാമോ? കൂടുതലും ഞാൻ ചെയ്യുന്നത് നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും വരുന്നത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് കുറച്ചൊരു 50% ആകുമ്പോഴത്തേക്ക് അത് അടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട് മുകളിൽ നമ്മുടെ ചകിരിച്ചോറിട്ട്, ചകിരിച്ചോറ് നല്ല ചകിരിച്ചോറാവണം, ട്രീറ്റ് ചെയ്തായിട്ടുള്ള ചകിരിച്ചോറാവണം. അപ്പോൾ അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതിടണം വേസ്റ്റ് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈരുണ്ടല്ലോ, തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും ചകിരിച്ചോറും കുറച്ച് വേസ്റ്റ് കരിയിലൊക്കെ ഇട്ടിട്ട് പിന്നെ അതങ്ങനെ കണ്ടിന്യൂ അത് ചെയ്യണം. നമ്മൾ ദിവസങ്ങൾ കിട്ടുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുമ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്കും വളമായി കിട്ടും നമുക്ക് നല്ലൊരു. വേറൊരു വളം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചാണക സ്ലറി എന്ന് പറയും. ഇതിൽ 3 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിലൊന്ന് കപ്പലണ്ടി പിണ്ണാക്കും, പിന്നെ പച്ച ചാണകവും, പിന്നെ ശർക്കരയും. നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ശർക്കര ഉണ്ടല്ലോ അത്. അങ്ങനെ ഈക്വലായിട്ട് എടുത്തിട്ട് അതൊരു
5 ലിറ്റർ അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് കൃഷി സ്ഥലങ്ങൾ ഇതിലുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 5 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കുതിർക്കാൻ വെക്കുന്നത്. ഇപ്പോൾ ഇത് കുതിർത്തിട്ട് ഒരാഴ്ച സമയമാണ് ഇതിൻ്റെ ഒരു കാലാവധി വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ദിവസം നല്ലോണം ഇളക്കണം. ഇളക്കിയിട്ട് ഒരാഴ്ച ആയാൽ നമ്മൾ എടുക്കണം. ഒരു കപ്പിലെടുത്തിട്ട് അതിന് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു വളമാണത്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൃഷി എത്രത്തോളം സഹായകരമാണ്? നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ. കാരണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി ആയിരിക്കും, നല്ല പുറപ്പോടി കഴിക്കാനും പറ്റും. അതെ, വിഷമൊന്നും അടിക്കാത്ത നല്ല ശുദ്ധമായ പച്ചക്കറികളാണ് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാലോ, പച്ചക്കറിയുടെ വിലകൾ ഭയങ്കര കുതിച്ചു കയറുന്ന ഒരു സമയമാണിത്. തക്കാളിക്കൊക്കെ ഒരു 100 രൂപയൊക്കെ അടുത്തൊക്കെ ആയി കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് പറിച്ചെടുത്ത് കഴിക്കുമ്പോഴുള്ള ഒരു ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വേറെ ഒരു ഇത് തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഉപരി നമുക്ക് പൈസ ഭയങ്കരമായിട്ട് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതിലൂടെ. കുറച്ച് പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട അറിവുകൾ, അനുഭവങ്ങളും പങ്കുവെച്ച നൗഷാദിന് ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയ ശ്രോതാക്കളെ, കവരത്തിയിൽ ടെറസ് കൃഷിയിലൂടെ മികച്ച മാതൃക സൃഷ്ടിച്ച ശ്രീ നൗഷാദിൻ്റെ അനുഭവങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും നമുക്ക് ഇന്ന് കേൾക്കാനായി. പരിമിതമായ സ്ഥലത്ത് പോലും മനസ്സുണ്ടെങ്കിൽ കൃഷി വിജയകരമായി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ സംഭാഷണം നമുക്ക് നൽകുന്നത്. ഈ അനുഭവങ്ങൾ നിങ്ങളെയും സ്വന്തം വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും കൃഷി ആരംഭിക്കാൻ പ്രചോദനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഹരിതചിന്തകൾ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നൗഷാദിൻ്റെ ടെറസ് കൃഷിയുടെ അനുഭവങ്ങൾ തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീനാബി കീളാസുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം. ഹരിതചിന്തകൾ, പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി.